ശ്രീ ജിൻഡോ ജോൺ, ഈ താങ്കൾ ആദ്യത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ അത് വളരെ വൈകാരികമായൊരു കുറിപ്പ്, മനസ്സിൽ നിന്ന് വന്ന വാക്കുകൾ എന്നാണ് എനിക്ക് വ്യക്തിപരമായി തോന്നിയത്. അതിനുശേഷം ഇന്ന് കേൾക്കുന്ന വാർത്ത, താങ്കളെപ്പോലെ തന്നെ ചാനൽ ചർച്ചകളിൽ കോൺഗ്രസിന്റെ മുഖമാണ് രാജു പി നായർ, താങ്കൾക്കെതിരെയും VR അനൂപിനെതിരെയും KPCC അധ്യക്ഷന് പരാതി കൊടുത്തു. LDFന്റെ വാദങ്ങൾ ഉന്നയിക്കുന്ന, സർക്കാരിന്റെ വാദങ്ങളെ ദുർബലപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തുമ്പോൾ എങ്ങനെ ചാനൽ ചർച്ചകളിൽ ഇനി വരാൻ കഴിയും എന്നുള്ളതാണ് രാജു പി നായർ പരാതിയായി നൽകിയതെന്ന് കേൾക്കുന്നു. ആധികാരികമായ പരാതി ഞാൻ കണ്ടിട്ടില്ല, അതുകൂടി പറയണമല്ലോ. അപ്പോൾ നാളെ മുതൽ ചാനൽ ചർച്ചകളിൽ താങ്കൾ ഉണ്ടാകുമോ എന്നൊരു ആശങ്ക കൂടിയുണ്ട്. ആര്യ, ഞാൻ ഈ ചോദ്യത്തിന് മറുപടി പറയാം. അക്കൂട്ടത്തിൽ എനിക്ക് അല്പം സമയം തന്നെ എനിക്ക് ഷാനീബിന് ഒന്ന് രണ്ട് കാര്യത്തിൽ മറുപടി പറയാനുണ്ട്. തീർച്ചയായിട്ടും താങ്കളുടെ ചോദ്യത്തിന് ആദ്യം മറുപടി പറയാം. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇതുവരെ എനിക്ക് നേരിട്ട് ഒരു തരത്തിലുള്ള അറിയിപ്പോ കിട്ടാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. എനിക്കെതിരെ അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എനിവേ, മാധ്യമങ്ങളിൽ അങ്ങനെ ചില സ്ക്രോളിംഗ് വാർത്തകൾ കണ്ടു. ആ വാർത്തകൾ ശരിയോ തെറ്റോ ആകട്ടെ, പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ഞാൻ അങ്ങനെ സംഘടനാപരമായൊരു കാര്യം ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല, വീഴ്ച സംഭവിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് ഇക്കാര്യത്തിൽ എന്താണ്? KSUക്കാരെ വിമർശിക്കണമെന്നാണോ പാർട്ടിയുടെ നിലപാട്? അങ്ങനെയൊന്നും അല്ലല്ലോ. അപ്പം ഞാൻ അങ്ങനെ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇനി മറിച്ച് എന്നെക്കുറിച്ച് അത്തരം ആക്ഷേപങ്ങൾ ഉള്ളവർക്ക് പരാതി കൊടുക്കാം, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഈ പരാതി കൊടുത്തയാളും പരാതി വാങ്ങിയ സർക്കാരിന്റെ ഏതെങ്കിലും തീരുമാനവുമായി ബന്ധപ്പെട്ട് പരാതി ഉണ്ടെങ്കിൽ ആദ്യം ഉന്നയിക്കേണ്ടത് മുഖ്യമന്ത്രിയോടാണ്, അതല്ലെങ്കിൽ മന്ത്രിമാരോടാണ്, അതല്ലെങ്കിൽ KPCC അധ്യക്ഷനോടാണ്. അതിന് പകരം സമൂഹ മാധ്യമങ്ങൾ വഴി ആണോ പരാതികൾ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കേട്ടോ ശ്രീ ജിൻഡോ ജോൺ. ഞാൻ അദ്ദേഹത്തിൻ്റെ ആ അഭിപ്രായത്തെ ഞാൻ എതിർക്കുന്നൊന്നുമില്ല. ഞാൻ അങ്ങനെ വ്യക്തിപരമായി അദ്ദേഹത്തെ എതിർക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഡിസോൺ ചെയ്യുകയോ ചെയ്യുന്നില്ല. അദ്ദേഹം ആരെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നതെന്ന് എന്നെക്കുറിച്ചാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ ആശങ്കകളോ ഉണ്ടെങ്കിൽ ചോദിക്കാൻ ചില പ്ലാറ്റ്ഫോമുകളുണ്ട്. അത്തരം പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് കൃത്യമായ അറിവുകൾ കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾക്ക് അതിലൊരു ഉത്തരം കിട്ടാത്ത സാഹചര്യം വരുന്നത്. അത്തരം കാര്യങ്ങൾ അതിനുമായി ബന്ധപ്പെട്ട കൂടുതൽ ആഴത്തിലുള്ള വിശദീകരണം ഞാൻ മാധ്യമങ്ങളിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എനിവേ, അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആശങ്കയുണ്ടെങ്കിൽ അദ്ദേഹം അതുമായി മുന്നോട്ട് പോകട്ടെ. പക്ഷേ പരാതി കൊടുത്തയാളും പരാതി കിട്ടിയ ആളും അല്ലാതെ മാധ്യമങ്ങൾക്ക് ആ വാർത്ത കിട്ടിയെങ്കിൽ ആ പ്രോസസ്സും ഒരു ശരിയായ രീതിയല്ല. തികച്ചും സംഘടനാപരമായി ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ ഭാഗമായി നടക്കേണ്ട ഒരു പ്രോസസ്സിന്റെ ഭാഗമായുള്ള ഒരു കത്ത് അത്തരത്തിൽ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു വിവരം പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ കൊടുത്തയാളോ കിട്ടിയയാളോ പറയാതെ പുറത്തു വരില്ല. അതും ശരിയല്ല. പിന്നെ ആരാണ് അങ്ങനെ ഒരു വാർത്ത കൊടുത്തതെന്നും കൂടി പരിശോധിക്കപ്പെടണം. അതും സംഘടനാ വിരുദ്ധ നടപടിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി എന്തായാലും അത്തരം അഭിപ്രായങ്ങളുള്ള ആളുകൾ ഈ പാർട്ടിയുടെ പൊതു നിലപാടിനെതിരായിട്ട് ഞാൻ പറഞ്ഞൊന്നും വിചാരിക്കുന്നില്ല. കാരണം പാർട്ടിയുടെ പൊതു നിലപാട് എന്താണെന്ന് അങ്ങനെ കൃത്യമായിട്ട് ഈ കാര്യത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. വ്യത്യസ്തമായ അഭിപ്രായം പലരും പറയുന്നുണ്ട്. പിന്നെ സർക്കാരിനെ 100% പിന്തുണച്ച് സംസാരിക്കില്ല അല്ല എൻ്റെ ഉത്തരവാദിത്വം എന്ന് വിചാരിക്കുന്നു. 100% സർക്കാരിനെ പിന്തുണയ്ക്കാൻ ശമ്പളം വാങ്ങുന്ന PRD ഉദ്യോഗസ്ഥരുണ്ട്. ഞാൻ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് വരുന്നതാണ്. കോൺഗ്രസിന് വേണ്ടി 100% സംസാരിക്കും. സർക്കാരിന്റെ ഭാഗമായിട്ട് വരുന്ന UDF സർക്കാരിന്റെ ഭാഗമായിട്ട് വരുന്ന നല്ല തീരുമാനങ്ങളെ, ജനകീയ തീരുമാനങ്ങളെ 100% പിന്തുണയ്ക്കും. അതിന്റെ അർത്ഥം സർക്കാരിന്റെ ഭാഗമായിട്ട് വരുന്ന, സർക്കാർ എന്ന് പറഞ്ഞാൽ മന്ത്രിസഭയും MLA മാരും മാത്രമല്ല ഉദ്യോഗസ്ഥരും കൂടി അടങ്ങുന്നതാണ്. അതിൽ പല രാഷ്ട്രീയ താല്പര്യമുള്ള ആളുകളുണ്ട്. അപ്പോൾ വരുന്ന മുഴുവൻ കാര്യങ്ങളെയും 100% പിന്തുണയ്ക്കൽ സർക്കാരിന്റെ PRD ഉദ്യോഗസ്ഥരുടെ ചുമതലയാണ്. അതെന്റെ ചുമതലയാണെന്ന് വിചാരിക്കുന്നില്ല. എനിവേ, അത്തരത്തിലുള്ള അഭിപ്രായങ്ങളുടെ പേരിലാണ് നടപടിയെടുക്കുന്നതെങ്കിൽ ഈ ആവശ്യത്തിന് മുൻകാല പ്രാബല്യം ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടി എനിക്കുണ്ട്. മുൻകാല പ്രാബല്യം ഉണ്ടെങ്കിൽ എത്ര കാലം മുമ്പ് വരെ, ആരൊക്കെ വരെ എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. ഞാൻ അത് അവിടെ നിർത്തുകയാണ്, അതൊരു മറ്റൊരു വിഷയമായതുകൊണ്ട്. പക്ഷെ എനിക്ക് ഇവിടെ ഒരു കാര്യം പറയാനുണ്ട്. കോൺഗ്രസിനകത്ത് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉള്ളത് കൊണ്ട് അല്ല, അത് പരാതി ഉണ്ടെങ്കിൽ പരാതി കിട്ടുന്ന ആളുകൾ പരിശോധിച്ച് നടപടിയെടുക്കേണ്ടതാണ്. അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ അത്തരം ഒരു പ്രവചനം നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല.